ഓൾ വെൽക്കം ടു വീഡിയോ ലൈൻ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു നിർത്തിയിരുന്നു. സോ ആ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണിത്. സോ നമുക്കത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, ഇത് തന്നിരിക്കുന്ന 2 ഡയമെൻഷണൽ അറേ ആണ്. എ ഓഫ് 5 7 2 4. ഫൈൻഡ് ദ അഡ്രസ് ഓഫ് എ ഓഫ് 6 3. സോ എ ഓഫ് 6 3യുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ, ഈ ഒരു പൊസിഷന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ബേസ് അഡ്രസ്സ് തന്നിട്ടുണ്ട് ആൽഫ ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ നോക്കിയാൽ നമ്മൾ 2 ഡയമെൻഷണൽ അറേയുടെ കേസിൽ നമ്മൾ പറഞ്ഞു അല്ലേ, അതിന്റെ റെപ്രസെന്റേഷൻ L1 U1 L2 U2 എന്നാണ് അല്ലേ. സോ ഇതാണ് L1, 5 എന്ന് പറയുന്ന L1 ആണ്, 7 ആണ് U1, 2 എന്ന് പറയുന്ന L2, ദെൻ ഇതാണ് 4 ആണ് U2 എന്ന് പറയുന്നത്. സോ L1 U1 L2 U2. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് റോസ് കാണാം അല്ലെ. എം, സപ്പോസ് എം ആണ് നമ്പർ ഓഫ് റോസ് എന്നെങ്കിൽ റോ എങ്ങനെ കാണുന്നത്, U1 മൈനസ് L1 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോ കിട്ടും അല്ലെ. അപ്പൊ U1 മൈനസ് L1 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോ കിട്ടും. റോ എന്ന് പറയുന്നത് 3 ആണ്. സോ 3 എലമെന്റ്സ് ആണ് ഒരു റോയിലുള്ളത്. ദെൻ കോളം എലമെന്റ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് കോളം എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, U2 മൈനസ് L2 പ്ലസ് 1 ചെയ്താൽ മതി. സോ U2 മൈനസ് L2 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. സോ ഇതൊരു 3x3 മെട്രിക്സ് ആണ് അല്ലെ. അപ്പൊ 2 ഡയമെൻഷണൽ അറേ ആണ്. സോ ഇതൊരു 3x3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3x3 മെട്രിക്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് ഞാൻ വരച്ച ഒരു 3x3 മെട്രിക്സ് ആണ്. സോ ഈ 3x3 മെട്രിക്സിൽ ഞാൻ കൊടുത്ത എലമെന്റുകളാണ് 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി ഇതിന്റെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഇതിന്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഇവിടെ 3x3 മെട്രിക്സ് ആണ്. സോ ഒരു 3x3 മെട്രിക്സ് വരച്ചു. ഇനി ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആണ് 1 എന്ന് പറയുന്നത്. സോ ഈ എലമെന്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 5 2 ആണ് വരുന്നത് അല്ലെ. അതെങ്ങനെ 5 2 വന്നത്, നേരെ ഇവിടെ വന്ന് നോക്കുക. ഇവിടെ ലോവർ ബൗണ്ട് തന്നിരിക്കുന്നത് 5ഉം 2ഉം ആണ് അല്ലെ. സോ ഇവിടെ 5 2 ആണ്. അതായത് ഈ 5 എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് റോ ആണ്. ദെൻ 2 എന്ന് പറയുന്നത് കോളമാണ് അല്ലെ. അപ്പം 5ാമത്തെ റോയിലെ 2ാമത്തെ കോളമാണ് നമ്മുടെ ഈ ആദ്യത്തെ എലമെന്റ്. സോ അതെങ്ങനെ കിട്ടിയത്, അത് ഈ തന്നേക്കുന്ന റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. സോ ഇവിടെ L1 എന്ന് പറഞ്ഞ 5ഉം L2 എന്ന് പറഞ്ഞ 2 ആണ്. അതാണ് സോ 5 2. ഓക്കെ, അപ്പം ഇത് ഫിഫ്ത് കോളം 5 2 എന്നുള്ള പൊസിഷൻ ആണ് അല്ലെ. ഫിഫ്ത് റോയിലെ സെക്കൻഡ് കോളം ആണ് ഇത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 5 3 വരും, 5 4 വരും. ദെൻ 6 2 അടുത്ത റോയിലേക്ക് വരുമ്പോൾ 6 2 6 3 6 4. അടുത്ത റോയിലേക്ക് വരുമ്പോൾ 7 2 7 3 7 4. സോ ഇതിന്റെ ലാസ്റ്റ് വരുന്നത് എന്താണ്, 7 4 ആണ്. സോ 7 4 അല്ലെ. U1 U2 എന്ന് പറയുന്നത് 7 4 ആണ്. ഓക്കെ, സോ 5 2 7 4 ഇതാണ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇത് അപ്പർ ബൗണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും, 7 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ 6 3 എന്നുള്ള ഈ പൊസിഷൻ, അതായത് 6 3 എന്നുള്ള പൊസിഷനിലെ അഡ്രസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അഡ്രസ് ഓഫ് 6 3 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എ ഓഫ് 6 3, അപ്പം 6 3 നമ്മൾ കണ്ടുപിടിക്കും. നമുക്കറിയാം ഇക്വേഷൻ, നമുക്കറിയാം അല്ലെ, ബേസ് അഡ്രസ് പ്ലസ് I മൈനസ് L1 ഇൻറ്റു കോളം പ്ലസ് J മൈനസ് L2. ഓക്കെ, അപ്പം ഐയുടെ നമുക്ക് ബേസ് അഡ്രസ് ഓൾറെഡി 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ 10 പ്ലസ് 6 മൈനസ് 5, I മൈനസ് L1 എന്ന് പറയുന്നത് 6 മൈനസ് 5 ആണ്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 വരും അല്ലെ. 6 മൈനസ് L1 വരും. 5 എന്ന് പറയുന്നത് L1 ആണ്. സോ ഇതാണ് L1 ആണ്, 5 ആണ് L1ന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. ഐയും ജെയും ആണ് ഈ തന്നിരിക്കുന്നത്. ഈ 6ഉം 3 എന്ന് പറയുന്നത്, 6 എന്ന് പറയുന്ന ഐയും 3 എന്ന് പറയുന്ന ജെയും ആണ്. ഓക്കെ, സോ 6 മൈനസ് 5 ഇൻറ്റു 3 എന്ന് പറയുന്ന കോളം ആണ്, നമ്പർ ഓഫ് കോളം 3 ആണ്. പ്ലസ് 3 മൈനസ് 2 എന്ന് വരും. ജെയുടെ വാല്യൂ 3 ആണ്, തന്നിട്ടുള്ളത് 3 ആണ്. ദെൻ 2 എന്നുള്ളത് എന്താണ്, L2ന്റെ വാല്യൂ ആണ്. സോ L2 എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, 40 എന്നുള്ള ഒരു അഡ്രസ് ആണ് കിട്ടുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന അഡ്രസ് അല്ലെ. ഇനി നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു ഞാൻ ഈ വരച്ചിരിക്കുന്ന മെട്രിക്സിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ സപ്പോസ് 1 2 3 4 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയിൽ അല്ലെ. അപ്പോൾ ഇവിടെ ബേസ് അഡ്രസ് തന്നിട്ടുണ്ട് ആൽഫ ഈസ് ഈക്വൽ ടു 10. സോ 10 മുതലാണ് നമ്മൾ ബേസ് അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 10 11 12 13 14 15 16 അങ്ങനെ 18 വരെ വരും. ഓക്കെ, അപ്പൊ 10 ആണ് ബേസ് അഡ്രസ് തന്നിരിക്കുന്നത്. 10 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. 10 11 12 ഇതാണ് അഡ്രസ് എഴുതിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ എലമെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ്, ഈ 14th പൊസിഷനിൽ ഏത് എലമെന്റ് ആണ്, 5 എന്ന എലമെന്റ് ആണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് 14 ആണ്. 14 എന്നുള്ളത് 5 എന്നാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ എന്താണ് 2 ഡയമെൻഷണൽ അറേ ആയിട്ട് നമ്മൾ വരച്ചാലും നമുക്കറിയാം ഈ 6 3 എന്നുള്ള പൊസിഷനിൽ 5 എന്ന് പറഞ്ഞ ഈ എലമെന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലീനിയർ ആയിട്ട് ഇങ്ങനെ ഇത് ഈ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ലീനിയർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന മെമ്മറിയിൽ ഉള്ള റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വരയ്ക്കുന്ന റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 6 3 എന്നുള്ള പൊസിഷന് ആക്ച്വലി വരുന്ന 5 എന്ന് പറഞ്ഞ വാല്യൂ ആണ് അല്ലേ. അതായത് 14 എന്ന ഈ അഡ്രസ്സിലായിരിക്കും ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക.
ഓക്കെ, സോ ഇതാണ് എന്താ ഇങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ A63യുടെ അഡ്രസ്സ് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇതാണ് അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഓക്കെ, സോ ഇതാണ് എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി പഠിച്ചുകൊണ്ടിരുന്നത് 2 ഡയമെൻഷണൽ അറേയിൽ റോ മേജർ ആണ് നമ്മളിത് നോക്കിയത് അല്ലെ. റോ മേജർ ആയിട്ടാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നോക്കിയാൽ മതി. ഈ ഒരു 1 2 3 ഫസ്റ്റ് റോ, 4 5 6 സെക്കൻഡ് റോ, 7 8 9 എന്ന് പറയുന്നത് തേർഡ് റോ. സോ റോ വൈസ് ആയിട്ടായിരിക്കും നേരെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോളം മേജർ നോക്കുവാണെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും? 147 ആയിരിക്കും ആദ്യം വരുന്നത്. അതായത് ഫസ്റ്റ് കോളം ആയിരിക്കും ആദ്യം വരിക. സെക്കൻഡ് കോളം 258 എന്നായിരിക്കും നെക്സ്റ്റ് സ്റ്റോർ ചെയ്യുക. 369 എന്നായിരിക്കും അടുത്ത സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതാണ് കോളം മേജർ എന്ന് പറയുന്നത്. കോളത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് പോവുക. ഓക്കെ, നമുക്കത് നോക്കാം നെക്സ്റ്റ് എന്താന്നുള്ളത്. സോ നെക്സ്റ്റ് ആണ് കോളം മേജർ എന്ന് പറയുന്നത് അല്ലെ. കോളം മേജർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ്, കോളംസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്റ്റോർ ചെയ്ത് പോവുക. സോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, അങ്ങനെ പോയി U2 കോളം വരെ വരും. സോ ഇവിടെ U1 എലമെന്റ്സ് ആയിരിക്കും വരിക. റോയുടെ നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ എലമെന്റ്സ് വരിക. ഓക്കെ, എത്ര എലമെന്റ് ഉണ്ട് റോയില്, ഒരു റോയുടെ എലമെന്റ്, റോയുടെ ഇതനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, അതായത് നമ്മൾ എത്ര എലമെന്റ് ഉണ്ടെന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളം ആണ് ആദ്യം സ്റ്റോർ ചെയ്യുക, സെക്കൻഡ് കോളം ആണ് അടുത്ത് വരുന്നത്, തേർഡ് കോളം. അപ്പോൾ കോളം വൈസ് ആയിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അത് ഇതും ലീനിയർ ആയിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പോകുന്നത്. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കോളം മേജർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെ വരും? 147 ആണ് ആദ്യം സ്റ്റോർ ചെയ്യുന്നത്, 258 ആണ് നെക്സ്റ്റ് വരുന്നത്, 369 അങ്ങനെ വരും. ഓക്കെ, അതായത് ഇങ്ങനെ കോളം വൈസ് ഫസ്റ്റ് കോളം ആയിരിക്കും ആദ്യം സ്റ്റോർ ചെയ്യുക, ദെൻ അതിനുശേഷം സെക്കൻഡ് കോളം. അപ്പൊ കോളം വൈസ് ആയിട്ടായിരിക്കും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ലീനിയർ ആയിട്ട് സ്റ്റോർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് A(ij) യൂസിങ് നമ്മൾ ഈ A(ij) യുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റോ മേജറിൽ ഇത് കോളം മേജർ ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് റോ മേജർ, കോളം മേജർ. ഓക്കെ, അപ്പൊ ഇതൊരു തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പൊ ഇത് കോളം മേജർ എന്ന് വായിക്കുക. ഓക്കെ, യൂസിങ് കോളം മേജർ, ബേസ് അഡ്രസ് പ്ലസ് I മൈനസ് L1 പ്ലസ് J മൈനസ് L2 ഇൻറ്റു M വരും. അപ്പൊ M റെപ്രസെന്റ് ചെയ്യുന്ന റോയെയാണ്. ഓക്കെ, അപ്പം ബേസ് അഡ്രസ് പ്ലസ് I മൈനസ് L1 പ്ലസ് J മൈനസ് L2 ഇൻറ്റു റോ എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോളം മേജറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഇതാണ് ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് A(6936) ഫൈൻഡ് ദ അഡ്രസ് ഓഫ് A(85). 85ന്റെ അഡ്രസ് കണ്ടുപിടിക്കാനാണ്. ബേസ് അഡ്രസ് തന്നിട്ടുണ്ട് ആൽഫ is equal to 10. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എഴുതുന്ന പോലെ എഴുതുക, L1 U1 L2 U2 എന്ന ഫോർമാറ്റിൽ എഴുതുക. ദെൻ നമുക്ക് ഇവിടെ റോയും കോളം കണ്ടുപിടിക്കണം അല്ലെ. നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? U1 മൈനസ് L1 പ്ലസ് 1. കോളം ആണെങ്കിൽ U2 മൈനസ് L2 പ്ലസ് 1 ചെയ്ത്, അപ്പൊ 2 4 ആണ്. സോ ഇതൊരു 4x4 മെട്രിക്സ് ആണ് ആക്ച്വലി ഈ ഉദ്ദേശിക്കുന്നത്, ഈ തന്നിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഒരു 4x4 മെട്രിക്സ് ആണ്. അപ്പൊ 4 റോയും 4 കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റോയും കോളം നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഈ അഡ്രസ് കണ്ടുപിടിക്കുക, A(85) അല്ലെ, അതിന്റെ അഡ്രസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ് കണ്ടുപിടിക്കുക. സോ ഇത് കോളം മേജർ ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പം റോ മേജർ ഉണ്ട്, കോളം മേജർ ഉണ്ട്. അപ്പൊ റോ മേജറിലും കോളം മേജറിലും 2 ഡയമെൻഷണൽ അറേ രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. റോ മേജർ ഓർഡറിലും റെപ്രസെന്റ് ചെയ്യാം, കോളം മേജർ ഓർഡറിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം റോ മേജർ ആണെങ്കിൽ റോ വൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, എലമെന്റുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. കോളം മേജർ ആണെങ്കിൽ കോളം വൈസ് ആയിട്ടായിരിക്കും എലമെന്റുകളെ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. എലമെന്റ്സുകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ലീനിയർ ആയിട്ട് തന്നെയാണ്. ഓക്കെ, ലീനിയർ ആയിട്ട് തന്നെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം റോ മേജറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു C പ്രോഗ്രാം ആണെങ്കിൽ റോ മേജർ ആയിട്ടായിരിക്കും എലമെന്റുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് C പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പം എങ്ങനെ സിസ്റ്റം മനസ്സിലാക്കുന്നു അല്ലെ. അപ്പം നേരെ എല്ലാ എലമെന്റുകളും നേരെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പോകുമ്പോൾ ഇത് ഒരു റോയിൽ എത്ര എലമെന്റ് വരും എന്നുള്ളത് സിസ്റ്റം എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെ. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സിസ്റ്റം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെ മനസ്സിലാക്കും, ഫസ്റ്റ് റോ ഇത്ര എലമെന്റ് ആണ് ഫസ്റ്റ് റോയിലുള്ളത്, ഇത്ര എലമെന്റ് ആണ് സെക്കൻഡ് റോയിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് കോളത്തിന്റെ നമ്പർ നോക്കിയിട്ടാണ് അല്ലെ. കോളം, അതായത് നമ്പർ ഓഫ് കോളംസ് നോക്കിയിട്ടാണ് നമ്മൾ. ഇപ്പൊ A(3) ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ എന്താണ് കോളം എന്ന് പറഞ്ഞാൽ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്ന 3 എലമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഫസ്റ്റ് റോയിലെ എലമെന്റ്. അടുത്ത 3 എലമെന്റ് ആണ് സെക്കൻഡ് റോയിലെ എലമെന്റ്. അടുത്ത 3 എലമെന്റ് ആണ് തേർഡ് റോയിലെ എലമെന്റ്. സോ അങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നത് ഈ കോളത്തിന്റെ നമ്പർ നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ റോ മേജറിൽ എത്ര റോസ് ഉണ്ടെന്നുള്ളത് സിസ്റ്റം മനസ്സിലാക്കി എടുക്കുന്നത്. റോ മേജർ ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ സിസ്റ്റം മനസ്സിലാക്കി എടുക്കുന്നത് അങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ,
പിന്നെ രണ്ടാമത്തെ ടെക്നിക്കാണ് എന്ത് കോളം മേജർ എന്ന് പറഞ്ഞാൽ. കോളം മേജർ ആണെങ്കിൽ കോളം വൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലേ. കോളം വൈസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ആദ്യം ഫസ്റ്റ് കോളം സ്റ്റോർ ചെയ്യും, സെക്കൻഡ് കോളം, തേർഡ് കോളം, അങ്ങനെ അങ്ങനെ ഓരോരോ കോളം വൈസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ അതിന്റെ ബേസ് അഡ്രസ്സ്, അതിന്റെ അഡ്രസ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു എലമെന്റിന്റെ അഡ്രസ്സ്, A(ij) എലമെന്റിന്റെ അഡ്രസ്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് രീതിയിൽ നമ്മൾ ഇപ്പൊ കണ്ടു. ഓക്കെ, സോ ഇതാണ് നമ്മളെ അറേയുടെ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പം അറയെ നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. 1 ഡയമെൻഷണൽ അറേ റെപ്രസെന്റേഷൻ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ റെപ്രസെന്റേഷൻ ഉണ്ട്. then ഇതുകൂടാതെ തന്നെയുള്ള റെപ്രസെന്റേഷൻ ആണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഓക്കെ, 3 ഡയമെൻഷണൽ, 4 ഡയമെൻഷണൽ, അങ്ങനെ അതിനാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷനിൽ 2 ഡയമെൻഷനിലും ആണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 1 ഡയമെൻഷണൽ അറേയും 2 ഡയമെൻഷണൽ അറേയും. ഓക്കെ, സോ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. താങ്ക് യു.